ഹലോ ഗീസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ നടന്നത് നവരാത്രി മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലും എന്നെയും പുതിയതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നവരാത്രി മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ഇവിടെയൊന്നും, അതായത് നമ്മുടെ നാട്ടിലൊന്നും നവരാത്രിക്ക് ഇങ്ങനെയൊന്നും അല്ല മേക്കപ്പ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഒരു നവരാത്രി മേക്കപ്പ് ഒന്നുമില്ല. പക്ഷേ ഈ വടക്കേന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, അവിടെ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് മേക്കപ്പ് ലുക്കാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലൊക്കെ വരുന്ന സമയത്ത്, അതായത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു നവരാത്രി എന്നതല്ല പറയാം. നമ്മളിവിടെ വിജയദശമി അല്ലെങ്കിൽ നവമി ദശമി എന്നാണ് നമ്മളിവിടെ പറയാം. എനിക്കിതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും തന്നെ അറിയില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. നമ്മുടെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസം പുസ്തക പൂജേൻ്റെ അന്ന് നമുക്ക് ലീവും ആയിരിക്കും, പുസ്തകം എടുക്കും വേണ്ട, പുസ്തകം തുറക്കും വേണ്ട, ആരും നമ്മളോട് പുസ്തകം തുറക്കാൻ പറയൂല. ഇത്രയായിരുന്നു അതിനെ പറ്റിയുള്ള ഒരു അറിവ് എന്ന് പറയണത്. പക്ഷേ സത്യത്തിൽ പിന്നീട് കുറച്ചും കൂടിയൊക്കെ നമുക്കിങ്ങനെ വലുതാവും തോറും കുറച്ചൊക്കെ അറിവുകളൊക്കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ നവരാത്രി എന്നുള്ളതും നവരാത്രി ഈ വിജയദശമിയാണെന്നുള്ളത് പോലും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നവരാത്രി എന്ന് പറയുന്നത് സത്യത്തിൽ 9 രാത്രികളും 10 ദിവസവും അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ആ 9 രാത്രിയേക്കും പ്രത്യേകം, അതായത് ഓരോ ദിവസം പ്രത്യേകമാണ് പൂജകൾ. അതേപോലെ തന്നെ ദുർഗാദേവീൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും ഓരോ ദിവസം. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് സംഭവം നമ്മളിവിടെ, അതായത് വടക്കേന്ത്യയിലൊക്കെയാണ് ഈ പറഞ്ഞൊരു മേക്കപ്പ് ലുക്കൊക്കെ കാര്യങ്ങൾ. അവിടെ പറഞ്ഞാൽ ഈ ശ്രീരാമൻ്റെ വിജയത്തെയൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളതും, നമ്മുടെ ദക്ഷിണേന്ത്യയിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിനൊരു എന്താ പറയുക, പുസ്തക പൂജ അല്ലെങ്കിൽ വിജയദശമി, ഈ കുട്ടികളെ എഴുത്തിനിരുത്തുക, ആ സംഭവമൊക്കെ നമ്മളിവിടത്തേക്കാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും നോക്കിയത് എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാനിത് ചെയ്യുമ്പോഴും ഇങ്ങനെ ആലോചിക്കണം, നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്തിട്ട് ദശമീൻ്റെ അന്ന് അമ്പലത്തിലൊക്കെ പോയാൽ ഭയങ്കര രസമായിരിക്കും അല്ലേ. സത്യത്തിൽ നമ്മളിവിടെ ഇങ്ങനെയല്ലല്ലോ, നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മേക്കപ്പ് ലുക്ക് ഒരു ഫെസ്റ്റിവലിൽ നിന്നുള്ളതൊന്നുമില്ല അല്ലേ. നമ്മൾ ഈ ഓണത്തിന് പൂവ് വയ്ക്കും, അതായത് മുല്ലപ്പൂ വയ്ക്കും, സെറ്റ് സാരി എടുക്കുക എന്നുള്ളൊരു കൾച്ചർ പോലെ തന്നെ ആയിരിക്കാം അവിടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു എലഗൻറ്റ് ലുക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ചൊന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, ഐബ്രോ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഐ മേക്കപ്പ് കൊടുക്കണം. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, അധികം സ്മോക്കി ചെയ്യാണ് അവർ ക്രിയേറ്റ് ചെയ്യണത് അല്ലേ. നല്ല ഭംഗിയായിട്ട് അവർ കുറച്ചും കൂടിയും കട്ടിയിൽ സ്മോക്ക്ഡ് ഐ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒരു എന്താ പറയുക, സ്മോക്ക്ഡ് ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആയോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. കാരണം എനിക്കെപ്പോഴും ഞാൻ ചെയ്തത് നല്ല രസമുണ്ടെന്ന് തന്നെ ആയിരിക്കുമല്ലോ തോന്നുക. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഞാൻ അത് കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് തന്നെ മിക്കതും 2x ഇട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഇവരുടെ ഒരു കൾച്ചർ പറയുമ്പോൾ നല്ല രസമാണല്ലേ. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഈ ഒരു വടക്കേന്ത്യൻസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാറുണ്ടല്ലേ. അവരുടെ ഒരു ലുക്കായാലും, മീൻസ് ഡ്രസ്സിങ് സ്റ്റൈലായാലും അല്ലെങ്കിൽ മേക്കപ്പ് ആയാലും ഒക്കെ ഒരു യൂണീക്ക് ഫീൽ ഉണ്ടാവാറുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരുടെ മേക്കപ്പ് ആയാലും അവരുടെ ഹെയർ സ്റ്റൈൽസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിന്നെ പൊതുവേ ഹെയർ സ്റ്റൈലൊന്നും വലിയ കാര്യത്തിൽ അറിയില്ല കേട്ടോ. ഞാൻ ഇപ്പം ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ഇങ്ങനെ നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പറഞ്ഞ് ഐ മേക്കപ്പ് ഏകദേശം ഒരു 50% എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് വാലിനും കൂടി ഇട്ടിട്ട് എഴുതാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഐ മേക്കപ്പ് കുറച്ചുകൂടി അതായത് സ്മോക്ക്ഡ് ഐ ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് നമുക്ക് ഐലൈനർ വെച്ചിട്ട് എഴുതിയിട്ടാണ് ആ ഒരു ലുക്ക് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യണേ കേട്ടോ. നമുക്കൊരു വാലൊക്കെ ഇട്ട് കുറച്ച് നീണ്ട കണ്ണുകളൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഒരുവിധം ഞാൻ ഒന്ന് എഴുതി തീർത്തിട്ടുണ്ട്. ഇനി മറ്റേതും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു വിജയദശമി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ആധികാരികമായി വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ വീടുകളിൽ ചെയ്യാറുണ്ടോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എപ്പോഴും നമ്മളവിടുത്തെ പോലെ തന്നെ ആവണമെന്നില്ലല്ലോ. എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള
സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം വിജയദശമീൻ്റെ സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ബുക്ക് എടുക്കും. അവിടെ നിന്ന് തന്നെ നമ്മളെ കുറച്ച് നേരം ബുക്കൊക്കെ വായിക്കും. അവിടുത്തെ പൂജയും കാര്യങ്ങളും കഴിഞ്ഞ് പ്രസാദം കൊണ്ട് നമ്മൾ വീട്ടിൽ പോകും. അത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടെ വെച്ചാൽ എൻ്റെ എവിടെയൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഉള്ളവരാണെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, സത്യത്തിൽ ഈ ഒരു വടക്കേന്ത്യൻസിനൊക്കെ ഇത് വലിയ ഈ 10 ദിവസം നോമ്പൊക്കെ എടുത്ത്, നമ്മുടെ നാട്ടിലും ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. 10 ദിവസമൊക്കെ നോമ്പെടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, എനിക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ 3 ദിവസം നമ്മൾ നോമ്പെടുക്കും. ഈ അഷ്ടമി അതേപോലെ തന്നെ നവമി ദശമീൻ്റെ സമയത്ത് നമുക്ക് നോമ്പെടുക്കാറില്ല കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു 3 ദിവസം തന്നെ എടുക്കാറുള്ളൂ. മറ്റു പറയുമ്പോൾ നമ്മൾ തലേ ദിവസം, അതായത് ബുക്ക് വയ്ക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നേ മുതൽ എടുത്തിട്ട് ബുക്ക് എടുക്കുന്നത് വരെ നമ്മൾ എടുക്കായിരുന്നു നോമ്പ്. അപ്പോൾ പിന്നെ നമുക്ക് ബുക്കും കാര്യങ്ങളൊന്നും വെക്കാനില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആകെ വെക്കുന്നത് ചിലങ്ക മാത്രമാണ് കേട്ടോ. അപ്പോൾ പണ്ട് പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെത്, ചേച്ചിയുടെ, അനിയത്തിൻ്റെ 3 പേരുടെ ബുക്കും അതുപോലെ തന്നെ 2 പേരുടെ ചിലങ്കയും ഒക്കെ പാടായിട്ട് ശരിക്കും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചാക്കിൽ കൊണ്ടുപോകണ പോലെയായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടുപോയി വെക്കാനുള്ളത്. കാരണം അന്നത്തെ ഒരു ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വെച്ച് നമ്മൾ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൽ നമ്മൾ അടിപൊളിയാവും, അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാ ബുക്കും ഞാൻ എടുത്ത് വയ്ക്കുമായിരുന്നു, എല്ലാ ബുക്കും. കാരണം ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിത്തം ഇല്ലാണ്ടാവും, ഞാൻ എങ്ങനെയല്ല, അതുകൊണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിയാലോ വിചാരിച്ചിട്ട് എല്ലാ ബുക്കും ഞാൻ വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചേച്ചീൻ്റെത് പിന്നെ അനിയത്തിൻ്റെ കൂടെയൊക്കെ വെക്കുമ്പോഴേക്ക് അതോട് വലിയ ചാക്കായി മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ സംഭവം ആകെ വെക്കാൻ ചിലങ്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ് നമ്മൾ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേം കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്തതാണ്. ഇതത്ര പെർഫെക്റ്റ് ആയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്തതാണ്. എനിക്ക് സത്യത്തിൽ മേക്കപ്പിന് പറ്റിയിട്ട് ബേസായിട്ടുള്ള ഐഡിയാസ് ഒന്നുമില്ല. ഞാനിത് ഓരോന്ന് റിസർച്ച് ചെയ്തതും അല്ലെങ്കിൽ ഓരോന്ന് നോക്കിയും കണ്ടും പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപാകതകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പോകെ നമുക്കത് ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നവരാത്രി മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് റെഡി ആയിട്ട് എങ്ങോട്ടും പോയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് ജസ്റ്റ് 2 ഫോട്ടോ എങ്കിലും എടുക്കണം. അതായത് നല്ല രസമല്ലേ ഈ ഒരു ടൈപ്പ് മേക്കപ്പ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തായാലും ഇതൊന്ന് ഇങ്ങനത്തെ ഒന്നും ചെയ്ത് നമ്മൾ പുറത്തേക്കൊന്നും പോകില്ലല്ലോ. പക്ഷെ നമുക്ക് 2 ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് സെറ്റല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത്തവണ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ.